ഹമാസിന്റെ ഭീകരൻ വന്ന് സംസാരിച്ചതും കളമശ്ശേരിയിലെ സ്ഫോടനവും തമ്മിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ബന്ധം എന്താണ്? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഏതാണ് കളമശ്ശേരിയിലെ സ്ഫോടനവും ഈ സംഭവവും തമ്മിൽ എന്ത് ബന്ധമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെക്കാനുള്ളത്? ഞാൻ പറയട്ടെ, അതൊന്ന് ഈ കേസ് പറയും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ബന്ധമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ എഴുതിയില്ലല്ലോ. എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ മലയാളത്തിലല്ലേ വായിച്ചു കേൾപ്പിച്ചത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഭീകരവാദത്തെ ഞാൻ മലയാളത്തിലാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തിനു വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹമാസിന്റെ ഭീകരന് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഇല്ലാത്ത പ്രൗഢി കൊടുത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ റാലിയിൽ പ്രസംഗിപ്പിച്ചത്? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ, കൊലയില്ലാത്ത കൊമ്പൻ. അതിനുശേഷം കേരളത്തിൽ പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനാണ് ദേശീയ ഏജൻസി വന്നിട്ടുള്ളത്. പിണറായി വിജയന്റെ പോലീസ് മാത്രമല്ല ഇവിടെ അന്വേഷണം നടത്തുന്നത്. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ഒരു വിഷയത്തെ കുറിച്ച്, തോന്നലിനെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ പിണറായി വിജയൻ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. കൂടി പറയണം. ആരും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന രാജ്യസ്നേഹത്തിന് വിരുദ്ധമാണത്. നമ്മുടെ രാജ്യം ഇതുവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമാണത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ ഇതുപോലുള്ള വലിയ സ്ഫോടനാത്മകമായ സമൂഹത്തിന് ആശങ്ക ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മുടെ രാജ്യത്ത് പറ്റില്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നിങ്ങളുടെ തോന്നലുകൾ ഇതുപോലുള്ള സമയത്ത് എഴുതിയിടാൻ പറ്റില്ല. ഭാരത രാജ്യത്തിനെതിരായി ഭാരതം എന്ന് പറയുന്ന നിങ്ങൾ വെറുതെ സമയം കളയണ്ട. നിങ്ങൾ വെറുതെ സമയം കളയണ്ട. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്നിൽ നിന്ന് ഉത്തരം രാജ്യം ഇന്ത്യ പറയുന്ന രാജ്യം നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുന്നില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ രണ്ടാമത്തെ സംഭവമോ ഒന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞു. 100 ചോദ്യം. ആന്റണിയുടെ കേസിന് അടിസ്ഥാനമായ സാഹചര്യം കൂടി പറയും. ഒരു കാര്യം പറയാം. ഇവിടെ ഞാൻ കേരളത്തെ പ്രേക്ഷകരോടാണ് പറയുന്നത്. ഷാനി ചാനൽ ചർച്ചയിൽ എന്നോട് മാത്രം ചോദ്യം ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ അരി വാരിയിട്ട് അതിനകത്ത് തേങ്ങ ഇടുന്ന പോലുള്ള പരിപാടി വേണ്ട. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഹമാസ് എന്ന് പറയുന്ന 1000-ലധികം വരുന്ന ആളുകളുടെ കഴുത്തറുത്ത ഭീകരനെ ഈ കേരളത്തിൽ കൊണ്ടുവന്ന് അവിടെ പ്രസംഗിപ്പിക്കുകയും അത് തെറ്റാണ് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? രാജീവ് ചന്ദ്രശേഖരൻ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അതിനകത്ത് അറിയാതെ ചേർന്ന് പോകരുത്. കേരളത്തിൽ വന്നിട്ടല്ല സംസാരിച്ചത്, ഓൺലൈനാണ്. അതിൽ എന്ത് നടപടി എടുക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നടപടിയുണ്ട്. ഒരു കാര്യം ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ ഭീകരവാദം ഉണ്ടോ ഇല്ലയോ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനമുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനും നിയമ നടപടി എടുക്കാനും വസ്തുതാപരമായി ഇടപെടാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഭീകരവാദം. നിങ്ങളുടെ ദേശീയ സെക്രട്ടറി അനിൽ കെ ആന്റണിയാണ് നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് തീർത്തും വസ്തുതാവിരുദ്ധമായി കേരളത്തിലെ ഹിന്ദു സ്ത്രീകൾക്ക് ജീവിക്കണമെങ്കിൽ ഇതുപോലെ ശിരോവസ്ത്രം ഇട്ട് നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നടത്തിയത് ശ്രീമതി ശോഭാ സുരേന്ദ്രന് അത് ഭീകരവാദമാണ്. എന്തുകൊണ്ടാണ് അത് ഭീകരവാദമായി ചർച്ച നയിക്കുമ്പോൾ ഷാനിക്ക് മനസ്സിലാകും. അല്ല, അത് ഭീകരവാദമാണോ? ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നത്. ഷാനി ചോദിച്ച എല്ലാ ചോദ്യത്തിനും അത് അനിൽ ആന്റണിയെ ഫോണിൽ വിളിച്ചാൽ മതി. അത് അനിൽ ആന്റണിയെ തിരുത്താൻ ഷാനി പറഞ്ഞാൽ മതി. പറഞ്ഞത് നിങ്ങളുടെ ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്കെതിരെ ഇന്നെടുത്ത രണ്ടാമത്തെ കേസാണോ? ഇതൊരു നടത്തു പോണ മാതിരില്ല. ബിജെപിയുടെ ദേശീയ സെക്രട്ടറിക്ക് അങ്ങനെ കൃത്യമല്ലാത്ത ഒരു വിവരം കിട്ടുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിഷേധിക്കാനും ആ തെറ്റ് തിരുത്താനും ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കോളൂ. അതിനെ കുറിച്ചല്ലോ ഇവിടുത്തെ ചർച്ച. വിഷയവുമായിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കൂ, ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പോലും ഇത് ഉന്നയിച്ച എന്താണ്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ അനിൽ കെ ആന്റണി ഉണ്ട് എന്ന്.
ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകും. തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ഇത് രണ്ടും എങ്ങനെയാണ് വേറെയാകുന്നത്? കേരളത്തെ കുറിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം. ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കൂടി പൂർത്തിയാക്കാൻ അനുവദിക്കൂ. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. രാജീവ് ചന്ദ്രശേഖരന്റെ തോന്നലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടത്, അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്ന് നേരത്തെ താങ്കൾ പറഞ്ഞു. അതിലെന്താണ് തെറ്റെന്നും ഇപ്പോൾ അനിൽ കെ ആന്റണിക്ക് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഗുരുതരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു വീഡിയോ ആണത്? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയമാണ്, നിങ്ങൾക്ക് സംശയമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അത് തിരുത്താൻ അനിൽ ആന്റണി തയ്യാറാകണം. എങ്ങനെ തിരുത്തണം? എന്തിനാണ് പറ്റുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ? രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ചോദിച്ച പറഞ്ഞത് ആ തെറ്റ് എന്തിനാണ് പറ്റുന്നത്? ചൂടാണ്ട് ഇല്ല അതോ കേരളത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെക്കാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അതായത് ബിജെപിയുടെ പ്രതിനിധിക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വസ്തുതാപരമായ ചോദ്യമാണ്. ഇന്ന് അനിൽ കെ ആന്റണിക്കെതിരെയും കേരളം കേസെടുത്തിട്ടുണ്ട് വിദ്വേഷ പ്രചരണത്തിന്. നിങ്ങളുടെ നിലപാടെന്താണ്? ബിജെപിയുടെ നിലപാടെന്താണ്? നിങ്ങൾക്ക് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ വിട്ടിട്ട് പോകണം. സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു വിഷയത്തെ കുറിച്ച് അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് നിങ്ങളുടെ നേതാവ് ഇത്ര ഗുരുതരമായ ഒരു പോസ്റ്റ് ഇട്ടത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. താങ്കൾ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ ട്വിറ്ററിൽ നിന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ. എക്സിൽ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എനിക്കും അനിൽ കെ ആന്റണിക്കും ഒരുമിച്ച് കേസെടുത്തതിന്റെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല. തോന്നുന്നതൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് വസ്തുതാപരമല്ലാത്ത മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ചോദിക്കരുത്, പറയരുത്, നടപടിയും എടുക്കരുത്. നിർത്തി അവമാനിക്കുവാണെന്ന് നിങ്ങൾ ഒരു 15 തവണ ചോദിക്കൂ. എന്നിട്ട് നിങ്ങൾ അനിൽ ആന്റണിയെ വിളിച്ച് ചോദിച്ച ആ പ്രതികരണം കേരളത്തിലെ ജനങ്ങളെ കേൾപ്പിക്കേണ്ടതിന് പകരം നിങ്ങൾ എന്നെ വിളിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് ശോഭാ സുരേന്ദ്രന്റെ അഭിപ്രായം എന്ന് ഒരു തവണ ചോദിച്ചാൽ പോരെ ഷാനി? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? കേരളത്തിലെ പ്രേക്ഷകരെ എന്തിനാണ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? അതെന്താണ് ഗൗരവമല്ലാത്ത ചർച്ചയാകുന്നത്? അനിൽ ആന്റണി പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? അതെന്താണ് ഗൗരവമല്ലാത്ത ചർച്ചയാകുന്നത്? അനിൽ ആന്റണി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അനിൽ ആന്റണിയെ വിളിച്ച് വിശദീകരണം ചോദിക്കുകയും തിരുത്തേണ്ടതാണെങ്കിൽ അനിൽ ആന്റണി തിരുത്തുകയും വേണമെന്ന് ഞാൻ പറഞ്ഞു. വീണ്ടും വീണ്ടും അതിലേക്ക് കിടക്കരുത്. ആ ചർച്ചയ്ക്കല്ല ഞാൻ വന്നത്. നിങ്ങൾ മനോരമ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്നോട് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ കേരളത്തിന്റെ മണ്ണിൽ കരയേണ്ട സാഹചര്യം ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ഭീകരവാദികളെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. നമ്മുടെ കേരളത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സമാധാനിച്ചുകൂടി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇതാണോ ചർച്ച ചെയ്യേണ്ടത്? ഏതാണ് ചർച്ച ചെയ്യുന്നത്? ഏതാണ് ചർച്ച ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നതാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൗകര്യമുള്ളത് ചർച്ച ചെയ്യാം. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾക്ക് പറയാം. ചർച്ചയുടെ അറിയിച്ചിട്ട് വിളിച്ചാൽ മതി. നിങ്ങൾ കണ്ട വശം പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സംരംഭം കൊടുക്കുക, സമയം കൊടുക്കുക. ആ ചർച്ചയിൽ പങ്കെടുക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഷാനി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി അവർ രണ്ടുപേരും ചർച്ച നടത്തിക്കോട്ടെ. എനിക്കൊരു പ്രശ്നവുമില്ല. നീ വിഷമിക്കാണ്ടി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.